الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويا قوم استغفروا ربكم ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم ولا تتولوا مجرمين. ആദരണീയരായ മജ്‌ലിസുൽ ഖുർആൻ പഠിതാക്കളെ, മജ്‌ലിസുൽ ഖുർആനിൻ്റെ ആദ്യ ക്ലാസ്സിലാണ്, ഹദീസ് പഠന ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു ഇൽമിൻ്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചത്. നമ്മുടെ ചുറ്റുഭാഗത്തും വളരെ ശക്തമായ ചൂടാണ്. കാലാവസ്ഥ വളരെ പ്രതികൂലമാകുന്ന ഒരു സാഹചര്യം. ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യം. മാധ്യമങ്ങളൊക്കെ പറയുന്നത് കേരളത്തിൽ 40 ഡിഗ്രിക്ക് മുകളിലെത്തി നിൽക്കുന്നു എന്നാണ് ചൂട്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, പ്രശ്നങ്ങൾ, സൂര്യാഘാതം പോലുള്ള പ്രയാസങ്ങൾ ആളുകൾ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ വരെ മരണത്തിന് ചൂട് കാരണമാകുന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അഅലം. ഏതായിരുന്നാലും കഠിനമായ ചൂടാണ്. ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഇടമഴ നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ്. നമുക്കൊക്കെ അത് ആവശ്യമാണ്. അത് പടച്ച തമ്പുരാനോട് ചോദിക്കുകയല്ലാതെ മറ്റൊരു മാർഗമല്ല. അതുകൊണ്ട് തന്നെ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുക. ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് പാലിക്കാം. നമ്മുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ സ്വസ്ഥമായ ജീവിതത്തിന്. അതുപോലെ തന്നെ ചൂട് കഠിനമാകുന്നതോടൊപ്പം തന്നെ വരൾച്ച വർദ്ധിക്കുകയാണ്. നാട്ടിൽ വെള്ളത്തിൻ്റെ ക്ഷാമം. ചൂട് കൂടുന്നു, വെള്ളം കുറയുന്നു. അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാവാം. ഏതായിരുന്നാലും ഇനി നമുക്ക് ചെയ്യാനുള്ളത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. മറ്റൊരു മാർഗവും സ്വീകരിക്കുക എന്നത് മനുഷ്യനെ കൊണ്ട് കഴിയില്ല. വെള്ളം നമ്മുടെ ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ്. വായു പോലെ, ഭക്ഷണം പോലെ പരമപ്രധാനമായ ഒരു ഘടകമാണ് വെള്ളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ആവശ്യത്തിന് കിട്ടാതെ വരിക എന്ന് പറയുന്നത് നമ്മളെ പ്രയാസപ്പെടുത്തുകയാണ്. മാത്രമല്ല, മനുഷ്യന് നിർമ്മിച്ചുണ്ടാക്കാൻ കഴിയാത്ത ഒന്നുകൂടിയാണ് വെള്ളം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ കഴിയാത്തത്. അത് മഴയായി പടച്ചവൻ വർഷിപ്പിച്ചാലല്ലാതെ വെള്ളം നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഭൂമിക്കടിയിലെ ഭൂഗർഭജലം പോലും മഴയെ ആശ്രയിച്ചുകൊണ്ടാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ശാസ്ത്രവും നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. വെള്ളം എന്ന് പറയുന്നത് ഒരു മഹാത്ഭുതമാണ്. അള്ളാഹു മനുഷ്യന് നൽകിയ വലിയ ഒരു അനുഗ്രഹവും കൂടിയാണ്.
വെള്ളം. ആ വെള്ളം ഉണ്ടാകുന്നത് മഴ പെയ്തുകൊണ്ട് മാത്രമേ വെള്ളം ഉണ്ടാവുന്ന ഖുർആൻ പറഞ്ഞതാണ്. മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും വെള്ളത്തിൽ നിന്നാണ്. വെള്ളമില്ലെങ്കിൽ ഒന്നുമില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് വജഅൽനാ മിനൽ മാഇ കുല്ലി ഷൈഇൻ ഹയ്യിൻ. എല്ലാ ജീവജാലങ്ങളും വെള്ളത്തിൽ നിന്നാണ്. വെള്ളം എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമാണ്. വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ വെള്ളത്തെക്കുറിച്ച് പറയുന്നുണ്ട് പല രീതിയിൽ. എന്നിട്ട് ഖുർആൻ ചോദിക്കുന്നുണ്ട് അഫലാ യുഅ്മിനൂൻ, നിങ്ങളെന്താ വിശ്വസിക്കാത്തത് എന്ന്. അപ്പോൾ വെള്ളം, ജീവജാലങ്ങളുടെ അടിസ്ഥാനം വെള്ളമാണ്. അതുപോലെ നമ്മുടെ ഭക്ഷണങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് കിട്ടുന്നത്, കായ്കനികൾ നമുക്ക് കിട്ടുന്നത്, പഴവർഗ്ഗങ്ങൾ ഉണ്ടാവുന്നത്, അങ്ങനെ ധാന്യവർഗ്ഗങ്ങൾ ഉണ്ടാകുന്നത് എല്ലാം വൻസല മിനസ്സമാഇ മാഅൻ, ആകാശത്തു നിന്ന് മഴ തന്നു വെള്ളം ഇറക്കി. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, അത് മുഖേനയാണ് നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ റിസ്ഖ് ആയ സമറാത്തുകൾ, ഫലവർഗ്ഗങ്ങൾ അള്ളാഹു ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം, നമുക്കെന്നല്ല ഒരു ജീവജാലത്തിനും ജീവിക്കുക സാധ്യമല്ല എന്നതാണ്. കുടിക്കാൻ വേണ്ടി അള്ളാഹു ശുദ്ധമായ ജലം തരാണ്. ആകാശത്തു നിന്ന് മഴ പെയ്യുന്നു, മഴവെള്ളമാണ് ഏറ്റവും ശുദ്ധമായ ജലം എന്നാണ്. ഏറ്റവും ശുദ്ധമായ ജലം മഴയായി ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നതാണ്. ഖുർആൻ പറയാണ് വഅസ്ഖൈനാകും മാഅൻ ഫുറാത്ത, അള്ളാഹു കുടിക്കാൻ ശുദ്ധമായ ജലം തരുന്നു. ഫുറാത്ത് എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ വിശദീകരിക്കുന്നുണ്ട് അജ്ബൻ സുലാലം മിനസ് സഹാബ്, മേഘത്തിൽ നിന്ന് അള്ളാഹു മഴയായി വർഷിപ്പിച്ച് തരുന്ന വെള്ളം, രുചികരവും ശുദ്ധവുമായ വെള്ളം. ഈ വെള്ളമാണ് അള്ളാഹു നമുക്ക് മേഘത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആകാശത്തു നിന്ന്, മേഘത്തിൽ നിന്ന് ഇറക്കിത്തരുന്നത്. അത് നമ്മുടെ കുടിനീരാണ്. അത് ശുദ്ധമായ വെള്ളമാണ്, അതുപോലെ തന്നെ അനുഗ്രഹീതമായ വെള്ളമാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുകയാണ് വഅൻസല മിനസ്സമാഇ മാഅൻ ത്വഹൂറ, ശുദ്ധമായ വെള്ളം നൽകിയെന്നാണ് അള്ളാഹു. ത്വഹൂറായ വെള്ളം എന്നാണ്. ത്വഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ളതും ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളത്തിനാണ് ത്വഹൂർ എന്ന് പറയാം. അല്ലാത്തതിന് ത്വാഹിർ എന്നാണ് പറയാം. അപ്പോൾ ആകാശത്ത് നിന്ന് അള്ളാഹു ത്വഹൂറായ വെള്ളം. മറ്റൊരിടത്ത് പറഞ്ഞു വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറക്കൻ എന്ന് പറഞ്ഞു. അള്ളാഹു അനുഗ്രഹീതമായ വെള്ളം ഇറക്കിത്തന്നു എന്ന്. ഇതാണ് നമ്മുടെ കുടിവെള്ളം എന്നാണ്. ഈ ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന അള്ളാഹു ഇറക്കിത്തരുന്ന മഴവെള്ളമാണ് മനുഷ്യരുടെ കുടിനീരെന്ന്, മറ്റൊന്നുമല്ല. ഹുവല്ലദീ അൻസല മിനസ്സമാഇ മാഅൻ ലക്കും മിൻഹു ശറാബൻ, അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കിത്തരുന്ന മഴവെള്ളം, അതാണ് നിങ്ങളുടെ കുടിനീര്. എല്ലാം കാലികളെ മേയ്ക്കാനുള്ളതും ഒക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വമിൻഹു ഷജറുൻ ഫീഹി തുസീമൂൻ, അത് തന്നെയാണ് കാലികൾക്കുള്ള വെള്ളവും, അതുപോലെ തന്നെ ചെടികളുണ്ടാകുന്നത് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് അത് അനുഗ്രഹീതമാണ്, അത് ത്വഹൂറാണ്, അത് ഫുറാത്താണ്. അത് തന്നെയാണ് നമ്മുടെ കുടിവെള്ളവും, ആകാശത്ത് നിന്ന് പെയ്യുന്നതാണ്. അതാണ് ഇവിടെ ഭൂഗർഭജലമായിട്ട് നിൽക്കുന്നത്. നമ്മൾ കിണറുകളിലായാലും കുഴൽക്കിണറുകളിൽ നിന്നൊക്കെ നമുക്ക് ഭൂഗർഭജലം നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെയും അടിസ്ഥാനം മഴവെള്ളം തന്നെയാണെന്നാണ്. മഴയില്ലെങ്കിൽ അതും കുറയും, മഴയില്ലെങ്കിൽ അതും പറ്റും. അപ്പോൾ വെള്ളം കിട്ടണമെങ്കിൽ മഴ പെയ്യണം എന്നതാണ്. വേറെ ഒരു മാർഗവുമില്ല. ഒന്നും ചെയ്യാൻ കഴിയും, മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ്. അപ്പോൾ ഈ ഷറാബ് എന്ന് പറയുന്നത് ഇതൊരു അത്ഭുതമാണ്. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് ഉപ്പുവെള്ളമാക്കാമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇവിടെയുള്ള
വെള്ളക്കെട്ടുകളിൽ നിന്നൊക്കെ നീരാവിയായിട്ട് പോകുന്ന വെള്ളമാണ് മേഘമായി മാറുകയും മഴയായി പെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ കടലിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ വെള്ളം നീരാവിയായിട്ട് പോകുന്നത്. കടൽ വെള്ളത്തിൻ്റെ രുചി ഉപ്പ് രുചിയാണ്. അപ്പോൾ എന്നിട്ടും മഴ പെയ്യുന്നത് ശുദ്ധമായ ഉപ്പ് രുചിയില്ലാത്ത, ഇബ്നു കസീർ വിശദീകരിക്കുന്നുണ്ട്, ജഅലഹു അദ്ബൻ സുലാലൻ യസൂഗു ലക്കും ശറാബ്, കുടിവെള്ളമായിട്ട് രുചികരവും ശുദ്ധവുമായ വെള്ളം അള്ളാഹു ഇറക്കിത്തരും. വലം യജ്അൽഹു മിൽഹൻ ഉജാജൻ, അത് ഉപ്പ് രുചിയുള്ളത് അള്ളാഹു ആക്കിയില്ല എന്ന് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന് അങ്ങനെ ആക്കാമായിരുന്നു, ഉപ്പ് രുചിയുള്ള വെള്ളം ആക്കാമായിരുന്നു. പക്ഷേ ഏറ്റവും ശുദ്ധമായ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ കടലിലേക്ക് ഒഴുകി ചെല്ലുന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും. പക്ഷേ എന്നിട്ടും ഒരു മലിനമായ ജലമല്ല മുകളിൽ നിന്ന് ആകാശത്തു നിന്ന് അള്ളാഹു ഇറക്കിത്തരുന്നത്. ഏറ്റവും ശുദ്ധമായ വെള്ളത്തെ അള്ളാഹു ശുദ്ധീകരിച്ച് മനുഷ്യന് ഉപയോഗിക്കാൻ തക്കവണ്ണം വളരെ ശുദ്ധമായ വെള്ളത്തെയാണ് അള്ളാഹു ഇറക്കിത്തരുന്നത്. അപ്പോൾ ഈ മഴ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ പടച്ചോൻ പറയുന്നുണ്ട്, ഇത് അള്ളാഹ് ഉദ്ദേശിക്കുന്ന ഒരു കണക്കനുസരിച്ചാണ് തരിക, ഒരു ഖദർ അനുസരിച്ചാണ് അള്ളാഹു തരിക എന്നാണ്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർദ്, എന്നിട്ട് അള്ളാഹു അത് ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതാക്കും. അതാണ് നമ്മളെ കിണറുകളിലും മറ്റുമൊക്കെ ഉള്ള വെള്ളം. എന്നിട്ട് അള്ളാഹ് പറയുന്നൊരു വർത്താനുണ്ട്, ഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറുൻ, അത് വറ്റിച്ച് കളയാനും കഴിവുള്ളവനാണ് അള്ളാഹു. അത് നമ്മളൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആകാശത്തു നിന്ന് വെള്ളം ഇറക്കി അത് ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതാക്കി, അതാണ് ഭൂഗർഭജലം. അതാണ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് കിണറുകളിൽ നിന്നും മറ്റുമൊക്കെ. ഇത് പഠന വിധേയമാക്കിയ ഒരു സംഗതിയാണ്. ഈ ഭൂഗർഭജലം എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെക്കുറിച്ച് നിരീക്ഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടന്നതാണ്. അതിൽ ശാസ്ത്രം ആദ്യം പറഞ്ഞത് കാറ്റിൻ്റെ ശക്തി കൊണ്ട് കടൽ ജലം ഈ ഭൂഖണ്ഡങ്ങളെ തുളച്ചു കയറിയിട്ടാണ് ഭൂഗർഭജലം ഉണ്ടാവുന്നത് എന്നൊക്കെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മലമുകളിലെ തണുത്തുറഞ്ഞ ഖരജലം അത് അവിടെ തടാകങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ ഭൂമിയിൽ അത് ഉറവകളായിട്ട് വരികയും ചെയ്യുന്നതാണ് ഈ ഭൂഗർഭജലം എന്തൊക്കെ ശാസ്ത്രം ആദ്യകാലത്ത് സിദ്ധാന്തിച്ചിരുന്നു. പിന്നീട് ശാസ്ത്രജ്ഞന്മാരത് കണ്ടെത്തി അതല്ല. ഇപ്പം 1580കളിലാണ് ആദ്യം ബെർണാഡ് പാലിസി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ അത് മഴവെള്ളവുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് എന്ന് കണ്ടെത്തുന്നത്. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അലം തറ അന്നല്ലാഹ അൻസല മിനസ്സമാഇ മാഅൻ, ആകാശത്തു നിന്ന് അള്ളാഹു വെള്ളം ഇറക്കിത്തരുന്നത്, മഴ പെയ്യിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വസലക്കഹു യനാബിഅ ഫിൽ അർള്, അതാണ് ഉറവകളായിട്ട് അള്ളാഹു തആല ഒഴുക്കുന്നത് എന്ന്. അപ്പോൾ എല്ലാ വെള്ളത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മഴ തന്നെയാണ്. മഴയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയില്ല? വെള്ളം ഉണ്ടാക്കാൻ കഴിയില്ല, മനുഷ്യന് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അത് സംഭരിച്ച് വെക്കാനും കഴിയില്ല എന്ന്. പെയ്ത മഴ സൂക്ഷിച്ച് ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനും മനുഷ്യന് കഴിയില്ല എന്നാണ് ഖുർആൻ പറഞ്ഞതാണ്. ഫഅൻസൽനാ മിനസ്സമാഇ മാഅൻ, നാമാണ് നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നത്. ഫഅസ്ഖൈനാകുമൂഹു, നിങ്ങൾ കുടിക്കാനുള്ള, വമാ അൻതും ലഹു ബിഖാസിനീൻ, അത് സംഭരിച്ച് വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഖുർആൻ പറയാം. അപ്പോൾ അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ, നമുക്കറിയാം കേരളത്തിലൊക്കെ വലിയ പ്രളയങ്ങൾ, കേരളത്തിൽ നല്ല ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രളയങ്ങൾ ഉണ്ടാവാറുണ്ട്, വെള്ളപ്പൊക്കം. ആ വെള്ളമൊക്കെ എവിടെയൊക്കെയാണ് പോകുന്നത്? ആ വെള്ളമൊക്കെ സംഭരിച്ച് വെക്കാൻ കഴിയായിരുന്നെങ്കിലോ? ഇപ്പോൾ അടുത്ത കാലത്ത് കേരളത്തിൻ്റെ പകുതിയിലധികവും മൂടിപ്പോയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വെള്ളം, പക്ഷെ ആ വെള്ളമൊക്കെ എവിടെ പോയി? അപ്പോൾ ഈ വെള്ളങ്ങളൊക്കെ നമുക്ക് സംഭരിച്ച് വെക്കാനും കഴിയുന്നതല്ല, ഖുർആൻ പറയാം. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല, അത് അള്ളാഹുവിൻ്റെ തീരുമാനം തന്നെയാണ്. അപ്പോൾ മനുഷ്യന് നിർമ്മിക്കാനോ അല്ലെങ്കിൽ സംഭരിച്ച് വെക്കാനോ ഒന്നും കഴിയുന്നതല്ല വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം വെള്ളം എന്താണ് എന്ന് ചോദിച്ചാൽ കുട്ടികൾ വരെ പറയും H2O എന്ന് പറയും. ഹൈഡ്രജൻ്റെ രണ്ടാറ്റവും ഓക്സിജൻ്റെ ഒരാറ്റവും ചേർന്നതാണ് ഒരു ജലകണിക എന്നൊക്കെ പറയാറുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഇത് നിർമ്മിക്കാൻ മനുഷ്യന് കഴിയില്ല. വെള്ളത്തിൻ്റെ ഒരു തുള്ളി വെള്ളമുണ്ടാക്കാൻ മനുഷ്യന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അതേക്കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കൃത്രിമ മഴയെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നു. കൃത്രിമ മഴ പെയ്യിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടില്ല എന്നതാണ്. വലിയ ചിലവേറിയൊരു സംഗതിയാണ് കൃത്രിമ മഴ പെയ്യിക്കുക എന്നത്. പക്ഷെ എന്നാൽ തന്നെ പ്രകൃതി അതിനോട് യോജിച്ചെങ്കിൽ മാത്രമേ അതുണ്ടാവുന്ന കൃത്രിമ മഴ പെയ്യിക്കാൻ കഴിയുന്ന. ഏതായിരുന്നാലും വെള്ളം ഉണ്ടാക്കുക എന്ന് പറയുന്നത് മനുഷ്യന് കഴിയാത്തതാണ്, സാധ്യമല്ല. അതിന് വെള്ളം അള്ളാഹു മഴയായി വർഷിപ്പിക്കുക തന്നെ വേണമെന്നാണ്. അത് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഈ വെള്ളം അത് വറ്റിച്ചു കളഞ്ഞാൽ പിന്നെ ആരാണ് കൊണ്ടുവരിക? വിശുദ്ധ ഖുർആൻ്റെ ഒരു ചോദ്യമുണ്ട്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങളിപ്പോൾ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം വറ്റിച്ചു കളഞ്ഞാൽ, വറ്റിപ്പോയാൽ പിന്നെ അതാര് കൊണ്ടുവരും? അതൊരു ചോദ്യമാണ്. ഇപ്പോൾ വെള്ളം വളരെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പലയിടങ്ങളിലും വെള്ളം രൂക്ഷമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വെള്ളമില്ലായ്മ പല ഭാഗത്തും, കേരളത്തിൻ്റെ എന്നല്ല പല ഭാഗങ്ങളിലും വെള്ളമില്ലാത്തത് കൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടാവുകയാണ്. ഇനിയും ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളൊക്കെ ആ അവസ്ഥയിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് മഴ അനിവാര്യമാണ്, ആവശ്യമാണ്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബുൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലുൻ. നാമാണോ അത് മേഘത്തിൽ നിന്ന് ഇറക്കി തന്നത്, അതല്ല നിങ്ങളാണോ എന്ന് ചോദിക്കുന്നു. ലൗ നശാഉ ജഅൽനാഹു ജാദൻ ഫലൗലാ തഷ്കുറൂൻ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് ഉപ്പുരസമുള്ളതാക്കാമായിരുന്നു. പക്ഷേ ഖുർആൻ്റെ ചോദ്യമുണ്ട്, ഫലൗലാ തഷ്കുറൂൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ നന്ദി കാണിക്കാത്തത്? അപ്പോൾ അള്ളാഹുവിന് നന്ദി കാണിച്ച് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്നതാണ് മഴ ലഭിക്കാനുള്ള മാർഗം. മഴയില്ലാതെ വെള്ളം കിട്ടാൻ മറ്റൊരു മാർഗമില്ല. മഴയില്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടില്ല. കാരണം എല്ലാ വെള്ളവും ഉണ്ടാകുന്നത് മഴ കൊണ്ട് തന്നെയാണ്. അപ്പോൾ മഴ പെയ്യുക എന്നത് നമ്മുടെ ആവശ്യമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പറയാം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മഴ കിട്ടാൻ. അതുപോലെ തൗബ ചെയ്ത് മടങ്ങുക. ഖുർആൻ പറഞ്ഞു തന്നാണ്, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും. സമുദായമേ, നിങ്ങൾ അല്ലാഹുവയോട് പാപമോചനം തേടുക. സുമ്മ തൂബു ഇലൈഹി, പിന്നെ അവനിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക. അപ്പോൾ തൗബ ചെയ്ത്, ഇസ്തിഗ്ഫാർ ചെയ്ത്, തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുക. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയാണ്, യുർസിലിസ്സമാഅ അലൈക്കും മിദ്റാറ. നിങ്ങൾക്ക് സമൃദ്ധമായ മഴ വർഷിപ്പിച്ചു നൽകും. ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അവ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ധാരാളം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. എന്നിട്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ചോദിക്കുക. എന്നാൽ യുർസിലിസ്സമാഅ അലൈക്കും മിദ്റാറ, അള്ളാഹു സമൃദ്ധമായ മഴ നൽകും. അതുപോലെ വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും, നിങ്ങൾക്ക് അള്ളാഹു ശക്തി വർദ്ധിപ്പിച്ചു തരും. വലാ തതവല്ലൗ മുജ്രിമീൻ, നിങ്ങൾ കുറ്റവാളികളായി പിന്തിരിഞ്ഞു പോകരുത്. അപ്പോൾ നന്ദികേട് കാണിക്കുമ്പോൾ, ഇപ്പോൾ പഴയകാല സമൂഹത്തിൻ്റെ ചരിത്രങ്ങളിലൊക്കെ അത് കാണാം. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം, അതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം ഒക്കെ വരൾച്ച കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവർ നന്ദികേടിൻ്റെ അങ്ങേയറ്റം എത്തിയപ്പോൾ അള്ളാഹു അവരെ വരൾച്ച കൊണ്ട് പരീക്ഷിച്ചതായിട്ട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലേറ്റവും കരണീയമായിട്ടുള്ളത് നമ്മൾ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നതാണ്, പാപമോചനം തേടുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം തന്നെ 100 തവണയെങ്കിലും ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു. എല്ലാ പാപങ്ങളിൽ നിന്നും മഅസൂമായ അല്ലാഹുവിൻ്റെ റസൂൽ, ആ അള്ളാഹിൻ്റെ റസൂല് ദിവസവും 100 തവണ വരെ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തോരം ഇസ്തിഗ്ഫാർ നടത്തണം? നമ്മൾ ഇസ്തിഗ്ഫാർ ഇപ്പോൾ വളരെ കുറവല്ലേ. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിച്ചു തരും എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വാഗ്ദാനമാണ്. ഹസനുൽ ബസ്രി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ,
ഹസനുൽ ബസരിയുടെ അടുക്കൽ ഒരാൾ വന്നു. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തോട് പറയാണ്, ഷേഖ് അവറുകളെ, ഞങ്ങൾക്ക് മഴയില്ല നാട്ടിൽ. അപ്പം മഴയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പ്രയാസപ്പെടുകയാണ്. വെള്ളമില്ല, കന്നുകാലികളൊക്കെ ചത്തുടങ്ങി, കൃഷിയൊക്കെ നശിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വന്ന ആളോട് ഇദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു. പിന്നീട് വേറൊരാൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അങ്ങനെ അദ്ദേഹം ദാരിദ്ര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പരാതി പറഞ്ഞത്. വളരെ പ്രയാസം, ദാരിദ്ര്യം പ്രയാസപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് അഷ്കുൽ ഫഖറ, ദാരിദ്ര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പരാതി പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തോട് ഇയാൾ പറയുന്നത്, ഹസനുൽ ബസരി പറയുന്നത്, നീ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, ഇസ്തഗ്ഫിരില്ല. പിന്നെ മൂന്നാമത്തെ ആൾ വന്നിട്ട് അദ്ദേഹം പറയാണ്, ഇമ്രഅത്തി ആഖിറുൻ ലാ തലിദ്, എൻ്റെ ഭാര്യ പ്രസവിക്കുന്നില്ല, ഗർഭിണിയാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. പിന്നീട് അടുത്ത വേറൊരാൾ വന്നു. അദ്ദേഹം പറഞ്ഞത്, അജിദത്തിൽ അർദ് ഫലം തെമ്പത്ത്, ഭൂമിയിൽ കൃഷികളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു. കൃഷിനാശം, വേറെ പുതിയ കൃഷികളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇസ്തിഗ്ഫിരില്ല, നീ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ 4 ആവശ്യങ്ങളുമായിട്ട് വന്ന 4 ആളുകളോടും അദ്ദേഹം മറുപടി കൊടുത്തത്, നിങ്ങളൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്യൂ, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹസനുൽ ബസരിയുടെ ചുറ്റുമുള്ള ആളുകൾ ചോദിച്ചു, നിങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ മറുപടി വളരെ അത്ഭുതകരമാണ്. കാരണം നിങ്ങളുടെ അടുക്കൽ 4 ആളുകൾ വന്ന് 4 കാര്യം പറഞ്ഞിട്ടും നിങ്ങൾ ഒരേ മറുപടിയാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വകയായിട്ടൊന്നും പറഞ്ഞതല്ല, അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ നൂഹിലെ വചനങ്ങൾ അദ്ദേഹം ഓതിക്കൊടുത്താണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹു ഏറെ പാപം പൊറുക്കുന്നവനാണ്. എന്നാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അള്ളാഹു നിങ്ങൾക്ക് സമൃദ്ധമായ മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, അവൻ നിങ്ങൾക്ക് സന്താനങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും നിങ്ങൾക്ക് പോഷണം നൽകും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നതാണ്. വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, അങ്ങനെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരും, അതുപോലെ തന്നെ നദികൾ ഒഴുക്കിത്തരും, അരുവികൾ ഒഴുക്കിത്തരും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന വാക്യങ്ങൾ, സൂറത്തുൽ നൂഹിലെ വചനങ്ങൾ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് ഓതിക്കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ആവശ്യം മഴയാണ്. മഴ കിട്ടാൻ ഏറ്റവും നല്ല മാർഗം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, തൗബ ചെയ്ത് മടങ്ങുക, അള്ളാഹുവിനോട് തേടുക, എല്ലാ ആളുകളോടും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക, കുട്ടികളോടും വലിയവരോടും ആബാലവൃദ്ധം ജനങ്ങളും സ്ത്രീകളോടും എല്ലാവരോടും മഴയ്ക്ക് വേണ്ടി തേടാൻ പറയണം. കാരണം മഴ അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. അള്ളാഹുവിനോട് ചോദിക്കുകയല്ലാതെ പ്രാർത്ഥിക്കുകയല്ലാതെ മഴയുണ്ടാക്കാൻ നമ്മൾ അശക്തരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മഴ നമുക്ക് വർഷിപ്പിച്ച് നൽകുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.